ഇമാം മാലിക് റഹിമഹുല്ലാഹ് മദീനത്തെ പള്ളിയിൽ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയാറുള്ളത് എന്താ? ഹദ്ദസനി നാഫിഉൻ അൻ ഇബ്നു ഉമറ അൻ സ്വാഹിബി ഹാദൽ ഖബർ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇമാം ഷാഫി 13-ാമത്തെ വയസ്സിൽ ഇമാം മാലിക്കിനെ കാണാൻ പോയതാണ്. മക്കയിൽ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഉമ്മാനെ പെർമിഷൻ വാങ്ങി ഉമ്മാനെ സമ്മതപ്രകാരം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി. 14 ദിവസം യാത്ര ചെയ്തിട്ട് അദ്ദേഹം മദീനത്തേക്ക് എത്തി. അദ്ദേഹം മദീനത്ത് അസുസ്കാരത്തിനാണ്. അവിടെ ചെല്ലുമ്പോൾ അസഹ്യമായത്താണ്. മദീന പള്ളിക്ക് എത്തുമ്പോൾ അസുസ്കാരത്തിന് സമയമാണ്. നിസ്കാരത്തിൽ പങ്കെടുത്തു. ഇമാം മാലിക്കിനെ അതിന് മുമ്പ് കണ്ടിട്ടില്ല, ഒരു പരിചയമില്ല. ഇമാം ഷാഫിക്ക് 13 വയസ്സ് പ്രായമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാം മാലിക്കിൻ്റെ ഹദീസിൻ്റെ ദർസ് നടക്കുന്നുണ്ട്. അവിടെ പോയി ആ ദർസിലവിടെ കൂടി. അപ്പം എല്ലാവരും ബുക്കും പെന്നൊക്കെ വന്നിട്ടുണ്ട് ഇമാം മാലിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എഴുതാൻ വേണ്ടി. ഇമാം ബുഖാരി യാത്ര കഴിഞ്ഞ് നേരേണ്ട വരികയാണല്ലോ. അപ്പോൾ എഴുതാനുള്ള സംവിധാനമൊന്നും കയ്യിലില്ല. അപ്പോൾ ഇമാം മാലിക് ഹദീസ് ഇങ്ങനെ പറയാണ്, ഹദ്ദസനി നാഫിഉൻ അൻ ഇബ്നു ഉമറ അൻ സ്വാഹിബി ഹാദൽ ഖബർ. എന്നോട് നാഫി പറഞ്ഞു, നാഫിയോട് ഇബ്നു ഉമർ പറഞ്ഞു, ഇബ്നു ഉമർ ഈ ഖബറിൽ കിടക്കുന്ന ആളിൽ നിന്ന് ഉദ്ധരിച്ചു. കാരണം ഇബ്നു ഖബറിൻ്റെ അപ്പുറത്താണ് ഇമാം മാലിക്, അവിടെ ആ റൗദയിൽ നിന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. നാഫി താബി, ഇബ്നു ഉമർ സ്വഹാബി. അപ്പോൾ ആ താബീനാണ് ഇമാം മാലിക് ഉദ്ധരിക്കുന്നത്. അത്രയേ ഗ്യാപ്പുള്ളൂ നബിയുമായിട്ട്. അപ്പോൾ ഒന്ന് നബി, ഇപ്പുറത്ത് ഇമാം മാലിക്, അതിനിടയിൽ 2 ആളാകുള്ളൂ, നാഫിയും ഇബ്നു ഉമർ മാത്രം. അതിന് ഇബ്നു ഉമർ സ്വഹാബിയാണ്, പിന്നെ നാഫി മാത്രമേ അതിനിടയിലുള്ളൂ. അപ്പോൾ 200 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇവർ ഹദീസ് എഴുതിച്ചത് എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അത് ഇമാം ഷാഫി പറയേണ്ടത് എല്ലാവരും എഴുതുന്നുണ്ട്, എനിക്ക് എഴുതാവൊന്നുമില്ല. കാരണം യാത്ര കഴിഞ്ഞ് നേരെ പള്ളിക്ക് വന്നാണ്, ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ ഒരുങ്ങി വന്നതല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ നോക്കി എന്താ ഇപ്പം ചെയ്യാം. അദ്ദേഹം അപ്പോൾ ചെറിയൊരു കൊള്ളിക്കഷ്ണം കിട്ടി. അപ്പോൾ ആ കൊള്ളിക്കഷ്ണത്തിൽ തുപ്പല് പറ്റിയിട്ട് കയ്യമ്മങ്ങനെ എഴുതിയതാണ്. കേൾക്കണമൊക്കെ ഇങ്ങനെ തുപ്പല് പറ്റി ഇങ്ങനെ കയ്യമ്മങ്ങനെ എഴുതിയ ഹദീസൊക്കെ. അപ്പോൾ ഇമാം മാലിക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഏതോ ചെക്കൻ അവിടെ ഇങ്ങനെ കുതിരളിച്ചിട്ടുണ്ട്. ഇമാം മാലിക് അങ്ങനെ മനസ്സിലാക്കിയത്. ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ കൊള്ളിയോണ്ട് കളിക്കുകയാണെന്നതിലേക്ക്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പിരിയാൻ നേരത്ത് മഗ്‌രിബ് വരെ ക്ലാസ് നീണ്ടു. മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ വിളിപ്പിച്ചു ഇവിടെ വാർന്ന് ചെന്നു. ഇത് മക്കത്തുനിന്നാണോ ചോദിച്ചു. കണ്ടപ്പോൾ തന്നെ ചെറുങ്ങ കണ്ടപ്പോൾ ആ മക്കത്തുനിന്നാണ്. ഇത് ഖുറൈശി അയച്ചു. ഖുറൈശിയാണ്. ആ അപ്പം ഇമാം മാലിക് ആളെ ആ ഒറ്റ ഇത് വായിച്ചെടുത്തു. ആളെ തിരക്കിടില്ല, എൻ്റെ അടുത്തൊരു അദബുകേടുണ്ട്. അപ്പം എന്താ അദബുകേട് ചോദിച്ചു. ഞാൻ അവിടെ അള്ളാഹു റസൂൽ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഇജ്ജ് അവിടെ വേറെ പണി ചെയ്തു, അത് ശരിയല്ല. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നെ ശ്രദ്ധിച്ചേക്കണമെന്നുള്ളത്. ചെറിയ കുട്ടിയാണ്, 13 വയസ്സല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. എന്നാൽ എഴുതി ഇവിടെ കാണിച്ചോണ്ട് പറഞ്ഞു. അപ്പോൾ കൈ കാണിക്കുമ്പോൾ കൈമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്താ എഴുതി ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പെന്നില്ല, അതുകൊണ്ട് കൊള്ളിമ തൊപ്പിലാക്കിയിട്ട് എഴുതിയതാണ്. ഇതിങ്ങനെ എഴുതുമ്പോൾ മനസ്സിലാണ്ട് പതിഞ്ഞോളും. അപ്പം മാലിക്ക് അത്ര വിശ്വാസം വന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞ ഒരു ഹദീസ് പറയാറ്. അപ്പോൾ അന്നത്തെ ക്ലാസ്സിൽ ഇമാം മാലിക് 25 ഹദീസാണ് പറഞ്ഞിട്ടുണ്ട്. ആ 25 ഹദീസും ഇമാം ഷാഫി സ്ഥലം നടക്കാൻ പറഞ്ഞു കൊടുത്തു. അന്ന് പറഞ്ഞ 25 ഹദീസും അത് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് ഹദീസ് ഇതാണല്ലോ എൻ്റെ സ്ഥലത്ത്. അതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹദ്ദസനി മാലിക്കുൻ, എന്നോട് മാലിക് പറഞ്ഞു, അൻ നാഫിഇൻ, നാഫിയിൽ നിന്ന്, അൻ ഇബ്നു ഉമറ, ഇബ്നു ഉമറിൽ നിന്ന്, അൻ സ്വാഹിബി ഹാദൽ ഖബർ എന്ന് പെട്ട ഇമാം ഷാഫി ഉദ്ധരിക്കണത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇമാം മാലിക് ഒപ്പമുള്ള ഇമാം മാലിക്കിൻ്റെ ഒരു ഖാദിമുണ്ട്. അവനോട് പറഞ്ഞ്, ഈ യജമാനെയും കൂട്ടിൻ്റെ വീട്ടിൽ കെടുവാറ്, ഈ യജമാനെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോരി. 8 മാസം അദ്ദേഹം അവിടെ താമസിച്ചു. ആ 8 മാസം ഇമാം മാലിക്കിൻ്റെ വീട്ടിലാണ് ഇമാം ഷാഫി കിടന്നു തുടങ്ങിയത്. ഈ ഒറ്റ സംഭവത്തിന് 8 മാസം ഇമാം മാലിക്കിൻ്റെ കൂടെ കഴിച്ചു കൂട്ടിയിട്ട് പിന്നെയാണ് അവിടുന്ന് കൂഫയിലേക്ക് അദ്ദേഹം പോണ. പിന്നെ അവിടുന്ന് മുഹമ്മദ് ഹസൻ ഷൈബാനിയെ കാണാൻ വേണ്ടി അദ്ദേഹം കൂഫയിലേക്ക് പോകും. കൂഫക്കാർ ഹജ്ജിന് വന്നപ്പോഴാണ്. ഹജ്ജ് സീസൺ